ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 60ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് പഠിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്ന പാട്ട് തേനും വയമ്പും എന്ന് പറയുന്ന മൂവിയിലെ തേനും വയമ്പും എന്ന് പറയുന്ന സോങ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, പല്ലവി എന്ന് പറയുന്ന പാർട്ട് 1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. തേനും വയമ്പും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെ ഈസി ട്യൂട്ടോറിയലാണ്. നമ്മൾ ഒത്തിരി ഗ്രേസ് നോട്ടുകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ പ്ലെയിൻ നോട്ടുകൾ തന്നെയാണ് വായിക്കുന്നത്. അതിൻ്റെ ഞാൻ ഗ്രേസ് നോട്ടുകൾ പറഞ്ഞു തരാം. പോകുന്ന വഴിക്ക് ഞാൻ ആ ഗ്രേസ് നോട്ടുകളൂടെ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വായിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ലൈൻ അനുസരിച്ച് വായിച്ച് നോക്കാം. അപ്പം ആദ്യത്തെ തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, ആ ഭാഗമാണ് നമ്മൾ ആദ്യമേ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം നൊട്ടേഷൻ പറഞ്ഞു തരാം. ഓക്കെ. ഇതാണ് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡി സി ഡി സി ഡി സി, അടുത്ത നോട്ട് ഡി ഡി ഷാർപ്പ് സി, ഡി സി ഡി ഡി ഷാർപ്പ് സി, ഡി സി ഡി ഡി ഷാർപ്പ് സി, ഡി സി ഡി ഡി ഷാർപ്പ് സി. അടുത്തത് ജി എ ജി എ ജി എ. അടുത്തത് ഡി ഡി ഷാർപ്പ്, ജി എ ഡി ഡി ഷാർപ്പ്, ജി എ ഡി ഡി ഷാർപ്പ്. അടുത്തത് ഡി സി ഡി സി, രണ്ട് പ്രാവശ്യം ഡി സി ഡി സി ഡി സി. ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം തൊട്ട് ഡി സി ഡി സി ഡി ഡി ഷാർപ്പ് സി, ജി എ ഡി ഡി ഷാർപ്പ്, ഡി സി ഡി സി. അപ്പോൾ അത് വായിക്കേണ്ടത് ഓക്കെ. ഇനി അടുത്ത ഭാഗം, രാഗം ശ്രീരാഗം തേടും നീ വീണ്ടും 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 വീണ്ടും, ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടെ നമ്മുടെ പല്ലവിയുടെ ഭാഗം കവർ ചെയ്യും. ഇത് 2 പ്രാവശ്യം വെച്ച് വായിച്ചാൽ അപ്പം അത് കവറായി കിട്ടും. ഓക്കെ. അപ്പോൾ അവസാനം ആ പല്ലവിയുടെ ലാസ്റ്റ് ലൈൻ നോക്കാം. അത് വായിച്ച് കേൾപ്പിക്കുക ആദ്യമേ. ഇതാണ് ലൈൻ. അപ്പം ഇതിൻ്റെ നൊട്ടേഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ. രാഗം എന്ന് പറയുന്നത് അവിടെ സി ഹോൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എ സി, അപ്പം എ കഴിഞ്ഞിട്ട് സിക്ക് ഹോൾഡ് വരുന്നുണ്ട്. ഓക്കെ. രാഗം അതൊരു 4 ബീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 1 2 3 1 2 ആ ഒരു അങ്ങനെ ഒരു ബീറ്റ് വരുന്നുണ്ട്. 4 ബീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. രാഗം എ സി എ സി. അടുത്ത് ശ്രീരാഗം, അത് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി ഡി സി ഡി സി ഡി സി ഡി സി ഡി സി ഡി. അടുത്ത് സി എ സി എ സി ഡി സി ഡി സി എ. രാഗം ശ്രീരാഗം, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് രാഗം ശ്രീരാഗം ഫുൾ പറഞ്ഞുതരാം. എ സി സി ഡി സി ഡി സി എ, എ സി സി ഡി സി ഡി എ. ഓക്കെ. അടുത്ത
തേടും നീ. അപ്പം ആ ലിറിക്സ് കറക്റ്റ് അറിയില്ല, ക്ഷമിക്കുക തെറ്റുണ്ടെങ്കിൽ. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ജി, ജി ഷാർപ്പ്, ഡി. ടോപ്പിലത്തെ ഡിയിലെയാണ്, ടോപ്പിലത്തെ ഡി ആണ്. ഓക്കെ, മിഡിലും ടോപ്പിലത്തെ ഒക്ടേവ് ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ജി, ജി ഷാർപ്പ്, ഡി. അതായത് ജി, ജി ഷാർപ്പ്, ഡി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി, ജി ഷാർപ്പ്, ഡി. അടുത്ത വീണ്ടും 4 പ്രാവശ്യം വീണ്ടും, അതായത് ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി. 4 പ്രാവശ്യം ഡി ഷാർപ്പ്, ഡി. 1 2 3 4. ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി. അങ്ങനെ 4 പ്രാവശ്യം. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ലൈൻ്റെ എ സി, സി ഡി, സി ഡി, സി എ, സി എ. അടുത്തത് ജി, ജി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഡി. അപ്പോൾ ഇതാണ് പല്ലവിയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രേസ് നോട്ടായിട്ട് വരുന്നത് നമ്മളിവിടെ ഈ ജി എ എന്ന് വായിക്കുന്നിടത്ത് ജി എ, ജി എ എന്നാണ് നമ്മൾ അങ്ങനെ ഗ്രേസ് നോട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ വായിക്കാം. ഇവിടുത്തെ അടുത്തത് ഇവിടെ ഡി, ഡി ഷാർപ്പിന് പറയുന്നത് ഡി എഫ്, ഡി എഫ്, ഡി ഷാർപ്പ് വായിക്കുക. എന്നിട്ട് അത് അത്ര ഉള്ള അവിടുത്തെ ഗ്രേസ് നോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ജി എ, ജി എ, ജി എ, അവിടെ ജി എ എന്ന് വായിക്കുന്നിടത്ത് ജി എ, ജി എ വായിക്കുന്നു. ഇവിടെ ഡി എഫ്, ഡി ഷാർപ്പ്, പിന്നെ ഓക്കെ. അതാണ് ആ പല്ലവിയുടെ ഭാഗത്ത് വരുന്ന ഗ്രേസ് നോട്ട്. പിന്നെ അടുത്ത ആ പല്ലവിയുടെ രണ്ടാമത്തെ ലൈനിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി ഇവിടെ വരുന്നത് നമ്മൾ ജി, ജി ഷാർപ്പ് എന്നാണ് വായിച്ചത്. അവിടെ എ ഷാർപ്പോടെ ആഡ് ചെയ്യുന്നു. അവിടെ ഡി സി ഡി, ഡി സി ഡി. അവിടെ ഒരു ഗ്രേസ് നോട്ടായിട്ട് വരുന്നത്. ഇവിടെ ഡി ആണ് നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ ഒരു സിയും കൂടെ ആഡ് ചെയ്തു, ഡി സി ഡി ആഡ് ചെയ്ത് വരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൽ ഗ്രേസ് നോട്ടായിട്ട് വായിക്കുന്നത്. അപ്പം അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ പല്ലവിയുടെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തേനും വയമ്പും സോങ്ങിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി ഭാഗം. വളരെ എളുപ്പമാണ്, വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാസ്സിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാനാണ് സാധിക്കുക. അപ്പോൾ നമുക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ മാക്സിമം ലൈക്ക് തന്ന് സപ്പോർട്ട് തരുന്നുണ്ട്. അതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എന്നാലും നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പം കീബോർഡ് രംഗത്തേക്ക് കടന്നു വരേണ്ട വലിയൊരു ഉത്തേജകമായിട്ട് നിങ്ങൾ മാറും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.